KCBCയുടെ പ്രസ്താവന ഒരിക്കലും പ്രകോപനപരമല്ല. സർക്കാരിനോട് ക്രിയാത്മകമായ നടപടികൾ ഉണ്ടാകണം എന്ന് മാത്രമാണ് KCBC ആവശ്യപ്പെട്ടത്. കണ്ണമല സംഭവം വളരെ ദൗർഭാഗ്യകരമാണ്. കണ്ണമലയില് സുരക്ഷിതത്വം വേണ്ടിയിടത്താണ് 2 മനുഷ്യര് കൊല്ലപ്പെട്ടത്. ഒന്ന് ഒരാള് അവിടെ അദ്ദേഹത്തിന്റെ കൃഷിയിടത്തില് റബ്ബർ ടാപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, തൊഴിൽ ചെയ്യുന്ന സമയത്താണ്. മറ്റൊന്ന് വേറൊരാള് അദ്ദേഹത്തിന്റെ ഭവനത്തില് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. വീട്ടിലിരിക്കുന്ന ഒരാള്, തൊഴിലിടത്തിലായിരിക്കുന്ന ഒരാള്, രണ്ടുപേരും അവർ സുരക്ഷിതമായിരിക്കേണ്ട ഇടങ്ങളിലാണ് കാട്ടുമൃഗത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇത് വളരെ വലിയ ഭയാശങ്ക ഉളവാക്കുന്ന കാര്യമാണ്, ജനങ്ങളെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. അവരുടെ വീട്ടിലും സുരക്ഷിതരല്ല, അവരവരുടെ തൊഴിലിടങ്ങളിലും സുരക്ഷിതരല്ല എന്ന് വരുന്നത് തീർച്ചയായിട്ടും ജനങ്ങളിൽ ആശങ്ക ഉളവാക്കുന്നു. ആ ആശങ്കയാണ് ജനങ്ങള് പ്രകോപനപരമായിട്ടോ അല്ലെങ്കിൽ വികാരപരമായിട്ടോ ഒക്കെ പ്രതികരിക്കുന്നത്. സഭ സ്വാഭാവികമായിട്ടും കർഷകരുടെയും ആ ഭാഗത്തുള്ള ജനങ്ങളുടെയും വികാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സർക്കാരിന്റെ നടപടികൾ സത്വരമായി ഉണ്ടാകണമെന്നും അത് ശാശ്വതമായി ജനങ്ങളുടെ സുരക്ഷിതത്തിന് ഉപയുക്തമാക്കണമെന്നും മാത്രമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതൊരിക്കലും പ്രകോപനപരമല്ല. സർക്കാരിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒരു പ്രസ്താവനയും KCBC നടത്തിയിട്ടില്ല. സർക്കാരിന്റെ പ്രവർത്തനങ്ങളോട് ഒരു നിസ്സഹകരണവും KCBC കാണിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സർക്കാരിനോട് സഹകരിച്ചും ഇപ്പോൾ സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്ന നടപടികളോട് സഹകരിച്ചും തന്നെയാണ് KCBC പ്രവർത്തിച്ചിട്ടുള്ളതും പ്രവർത്തിക്കുന്നതും. പ്രസ്താവന ഇറക്കുമ്പോൾ വളരെ പക്വമായും ഉത്തരവാദിത്വ ബോധത്തോടും കൂടി തന്നെയാണ് KCBC പ്രസ്താവന കൊടുക്കുന്നത്. അതുകൊണ്ട് മന്ത്രി KCBCയുടെ പ്രസ്താവന പ്രകോപനപരമാണ്, ഉത്തരവാദിത്വ രാഹിത്യമാണ് എന്ന് പറയുന്നതിനോട് യാതൊരു വിധത്തിലും യോജിപ്പില്ലെന്ന് മാത്രമല്ല, അങ്ങനെ മന്ത്രി പ്രതികരിച്ചത് ശരിയായില്ല എന്നൊരു അഭിപ്രായം കൂടി ഉണ്ട്.